ശബരിമല സ്വർണ്ണമോഷണ കേസിൽ വീണ്ടും നടപടിയെടുത്ത ദേവസ്വം ബോർഡ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാറിനും സസ്പെൻഷൻ. വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി കോടതി ഉത്തരവനുസരിച്ച് എടുക്കാനും തീരുമാനം. ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ. ഹരിമോഹൻ, സ്വർണ്ണക്കൊള്ളയിൽ ഇത് രണ്ടാമത്തെ സസ്പെൻഷനാണ്. സുനിൽ കുമാറിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നുവല്ലേ? വിശദാംശങ്ങൾ. റോഷനി, തീർച്ചയായിട്ടും 9 ഉദ്യോഗസ്ഥരായിരുന്നു പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. അതിനകത്ത് 2 ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇത്തരത്തിൽ 8 ഉദ്യോഗസ്ഥരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 ഉദ്യോഗസ്ഥർ മാത്രമാണ് സർവീസിലുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. അത് മുരാരി ബാബുവിനായിരുന്നു ആദ്യത്തെ സസ്പെൻഷൻ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പക്ഷേ രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ, അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലുള്ള കെ സുനിൽകുമാർ, മരാമത്ത് വിഭാഗത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്, കെ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചിരിക്കുന്നു. സുനിൽകുമാറിന്റെ ഭാഗത്തു നിന്ന് വന്നത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം ഒരു സസ്പെൻഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായിട്ടുള്ള പരാമർശം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതായത് സ്വർണം പൊതിഞ്ഞ ചെമ്പുതകടുകളാണ് ദ്വാരപാലക ശില്പങ്ങളിൽ എന്ന് അറിയാമായിരുന്നിട്ടും വെറും ചെമ്പുതകടുകൾ എന്നെഴുതി തയ്യാറാക്കിയ മഹസറുകളിൽ സാക്ഷിയായി ഒപ്പിട്ടു എന്നുള്ളതാണ് പ്രധാനമായിട്ടുമുള്ള കണ്ടെത്തലായി വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടുള്ള അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കൂട്ടുനിന്നു. ഇപ്പോൾ പാളികൾ കൈമാറുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടാളിയായി നിന്നു എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ വെച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. രണ്ടാമത്തെ സസ്പെൻഷനാണ് ഉള്ളത്. അതായത് സർവീസിലുള്ള 2 ഉദ്യോഗസ്ഥരിൽ രണ്ടാമത്തെ ആളെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പ്രതിപട്ടികയിലുള്ള മറ്റു ഉദ്യോഗസ്ഥർ, ആ മറ്റു ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം അല്ലെങ്കിൽ അതിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക ഇനിയിപ്പോൾ കോടതിയുടെ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശം വരികയോ അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനം വരികയോ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ ആകെ ഒരു സാധ്യത മാത്രമാണുള്ളത്. അതായത് പെൻഷൻ ആനുകൂല്യങ്ങൾ അടക്കം തടയുന്ന നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. പക്ഷെ നിലവിൽ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. അത് കോടതിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വരികയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുള്ളൂ. ഇപ്പോൾ നിലവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥരിൽ രണ്ടാമത്തെ ആളെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹരിമോഹൻ പറഞ്ഞതുപോലെ രണ്ടാമത്തെ സസ്പെൻഷനും ഉണ്ടായിരിക്കുകയാണ്. സുനിൽ കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു.